സഹോദരങ്ങളെ, ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എല്ലാത്തിലും ഒരു അനുഗ്രഹം അള്ളാഹു നമുക്ക് തരണം. നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ അത് അള്ളാഹു തരണം. നമ്മുടെ സ്വത്തിൽ ഒരു ബർക്കത്ത് കിട്ടണമെങ്കിൽ അള്ളാഹു തരണം. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ജീവിതത്തിന്റെ സന്തോഷത്തിനും സമൃദ്ധിക്കും അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിന് നമ്മളോടൊരു ഇഷ്ടം, നമ്മുടെ വീടിനോടൊരു ഇഷ്ടം, നമ്മുടെ ദാമ്പത്യ ജീവിതത്തോടൊരു ഇഷ്ടം, നമ്മുടെ മക്കളോടൊരു ഇഷ്ടം, അത് അള്ളാഹുവിന് ഉണ്ടായിരിക്കണം. അപ്പോഴേ അത് കിട്ടുള്ളൂ. അതാ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്, ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക. ജനങ്ങളെ, നിങ്ങൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. ഇന്നഹു കാന ഗഫാറാ, അവൻ പാപങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അവൻ നിങ്ങൾക്ക് മഴയെ കോരിച്ചെരിഞ്ഞു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, വയുംദിദുക്കും, അവൻ നിങ്ങൾക്ക് സഹായം തരും, അവൻ നിങ്ങളെ സഹായിക്കും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങളുടെ മക്കളെ കൊണ്ടും നിങ്ങളുടെ സ്വത്തുക്കളെ കൊണ്ടും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അല്ലാഹ് ബർക്കത്ത് തരുന്നു സ്വത്തിലും മക്കളിലും. എപ്പോ സഹോദരങ്ങളെ, പാപങ്ങളില്ലാതെ നല്ലവരായി ജീവിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്നതാണ് ആ ബർക്കത്ത്. ആ ബർക്കത്ത് കിട്ടിയില്ലെങ്കിൽ എന്താ അറിയൂ, ദുരിതങ്ങൾക്ക് മേൽ ദുരിതങ്ങളും പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളും ആയിരിക്കും. സൂറത്ത് ഹൂദിൽ അള്ളാഹു ഉപയോഗിച്ചത് യസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ശക്തി അള്ളാഹ് ഒന്നും കൂടി കൂട്ടിത്തരും. അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസരിച്ചു കൊണ്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മൾ അവിടെ ഏർപ്പെടുത്തണം. ഒരു സുബൈക്ക് വാങ്ങിക്കൊടുത്താലും നിസ്കരിക്കാതെ കടന്നുറങ്ങണം ഒരാൾ അവിടെ കടന്നാൽ പോരെ, ആ വീട്ടിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയില്ലേ സഹോദരങ്ങളെ? നേരം പുലർന്നാലും വിളിച്ചെഴുന്നേൽപ്പിച്ചാലും നീക്കാതെ ഒരുത്തൻ അവിടെ മൃഗങ്ങളെ പോലെ കിടക്കാനുണ്ടെങ്കിൽ സഹോദരങ്ങൾ, നമ്മുടെ വീടിന് എന്ത് ബർക്കത്താ കിട്ടുക? വലിയ വലിയ ക്ഷേത്രങ്ങളെ പോലെ ചുമരുകളിലും മറ്റും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വലിയ വലിയ ചിത്രങ്ങൾ, പ്രതിരൂപങ്ങൾ, ചില വീട്ടിലൊക്കെ കയറി ചെന്ന അങ്ങനെ അവിടെ ഷോക്കേസിൽ നോക്കിയാൽ നായയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും രൂപങ്ങൾ വീട്ടിൽ അവിടെ മലക്ക് വരും. അനുഗ്രഹത്തിന്റെ മലക്കുകൾ കടന്നു വരാത്തതാണ് അതിന്റെ കാരണം. പിന്നെ വീട് എങ്ങനെയാണ് സഹോദരങ്ങളെ തുടങ്ങിയത്? ഒരു സുഹൃത്തിനെ ഞാൻ പരിചയപ്പെട്ടു. അയാളിപ്പോ അവസാനം കടം വന്ന് വീട് വിൽക്കാൻ നിൽക്കണം. അപ്പൊ വീട് എങ്ങനെ ഉണ്ടാക്കിയത്? ലോൺ എടുത്തിട്ട്. ഇനിയിപ്പോ അവസാനം വീണ്ടും അയാൾ ലോണിനാണ് അഭയം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വഴിയിലൂടെ വന്നാൽ ആ വഴി തനിക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതിൽ എന്താണ് അർത്ഥം? പടച്ചോനെ, ഒരു സൗകര്യം ഇല്ലെങ്കിലും ഈ വീട് നിന്റെ ഇഷ്ടത്തിന് ഒരിക്കലും എതിര് പ്രവർത്തിക്കാതെയാണ്. ഇതിലത്തെ ഓരോ മണൽ തരികളും എന്ന് പറയാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ എന്താ മനസ്സിലുണ്ടാകുക? പടച്ചോനെ, അനക്കിഷ്ടമില്ലാത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണോ ഇതിൽ ഇങ്ങനെ എപ്പോഴും ദുരിതം? അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ പ്രശ്നം? അതുകൊണ്ടാണോ എപ്പോഴും ഇവിടെ പ്രയാസം? നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏതു മേഖലകളിലും അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതിൽ അള്ളാഹു ബർക്കത്ത് തരുള്ളൂ. ഞങ്ങൾ പറയലുണ്ട്, കല്യാണം നടക്കുന്ന സമയത്ത് കുത്തുബ നടത്തുമ്പോൾ നമ്മൾ പറയും, ഈ കല്യാണ പന്തലിൽ കല്യാണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പടച്ചോന് പൊരുത്തല്ലാത്ത വല്ലതും ഈ കല്യാണ പന്തലിൽ ഉണ്ടെങ്കിൽ ഇന്ന് തുടങ്ങുന്ന ഈ കുട്ടികളുടെ ദാമ്പത്യത്തെ അത് ബാധിക്കും. ഈ കുട്ടികളുടെ ദാമ്പത്യത്തെ അത് ബാധിക്കും. ഇന്ന് നിങ്ങൾ ഈ പുതിവെണ്ണിനെ തലയിൽ തട്ടമിടാതെ മാറുമറക്കാതെ പ്രസീഡിയത്തിൽ കയറ്റിയിരുത്തി എല്ലാ ചെറുപ്പക്കാർക്കും കാഴ്ചവസ്തുവാക്കി ഇരുത്തിയാൽ ഈ കല്യാണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കല്യാണമാകും. ഇതിലൂടെ ഉണ്ടാകുന്ന ദാമ്പത്യം അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ദാമ്പത്യമാകും. പണവും പണ്ടവും പറഞ്ഞു വാങ്ങി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ത്രീധനവും നിഷിദ്ധവും പ്രവർത്തിച്ചിട്ടാണെങ്കിൽ ബർക്കത്തില്ലാതെ പോകും. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എന്തു കാര്യങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ അള്ളാഹു ബർക്കത്ത് തരും. അപ്പൊ പടച്ചോന്റെ ഒരു ബർക്കത്ത് കിട്ടുമ്പോൾ ജീവിതത്തിലും കുടുംബത്തിലും നമുക്ക് സന്തോഷം ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഒരു കുരുത്തവും പൊരുത്തം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ സമൃദ്ധിയും ആഹ്ലാദവും സന്തോഷവും നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട കാഴ്ചപ്പാടുകളിൽ പ്രധാനമാണ് സഹോദരങ്ങളെ, വെറുതെ ബേജാറാവണ്ട. വയസ്സായ ഞാൻ അസുഖമായ എന്താ എനിക്കുണ്ടാകുക, എന്റെ കുട്ടികൾ എന്തായി, മറൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. കാരണം അറിയും, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും പടച്ചോന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പടച്ചോനെ വിട്ടുകൊടുത്തൊരു കാര്യത്തിൽ പിന്നെ നമ്മൾ ബേജാറാകാൻ പറ്റില്ല. അതാ തവക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാനെ ഏൽപ്പിക്കാം. പിന്നെ നമ്മൾ അതിനെപ്പറ്റി വെറുതെ വ്യാകുലമാവണ്ട. ഇനി എനിക്ക് എന്ത് അറ്റാക്ക് വന്നിട്ടാ ഞാൻ മരിക്കുക, ക്യാൻസർ വന്നിട്ടാ മരിക്കുക, എന്ത് ഓപ്പറേഷനാ എനിക്ക് ഉണ്ടാകുക,
സഹോദരങ്ങൾ അവർക്ക് വരുമ്പോ നമുക്ക് ആലോചിക്കാം. അതിനെപ്പറ്റി ചിന്തിച്ച് ഇങ്ങനെ ബേജാറായി കുത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു വിശ്വാസിക്കുള്ള ആത്മധൈര്യം അതാണ്. നമ്മുടെ വീട്ടിനു കാവലായി, നമ്മുടെ കല്യാണം കഴിഞ്ഞ മക്കൾക്കു കാവലായി, നമ്മുടെ വാർദ്ധക്യത്തിനു കാവലായി, രോഗങ്ങൾക്കു കാവലായി പടച്ച തമ്പുരാനുണ്ട്. ആ പടച്ച തമ്പുരാൻ അറിയാതെ, അവന്റെ സമ്മതമില്ലാതെ, അവന്റെ നിർദ്ദേശമില്ലാതെ ജീവിതത്തിൽ ഒന്നും നമുക്ക് വരൂല. മുഹമ്മദ് നബിയെ, നിനക്കൊരു ബുദ്ധിമുട്ട് വരുത്തണമെന്ന് അള്ളാഹു വിചാരിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ അതിനെ നീക്കിത്തരാൻ ഒരാളുമില്ല. ഒരു നന്മ നിനക്ക് വരുത്തണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തെ തടുക്കുവാൻ ഒരാൾക്കും പറ്റുകയില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, തന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ ആ നന്മ അവൻ ബാധിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചോൻ തരാൻ വിചാരിച്ചത് അയലോക്കക്കാരോ നാട്ടുകാരോ അസൂയക്കാരോ ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റൂല. പടച്ചോൻ തരാൻ വിചാരിച്ചത് ആര് വിചാരിച്ചാലും നമുക്ക് തടുക്കാൻ പറ്റൂല. അള്ള തരാൻ വിചാരിച്ച കാര്യം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആണ് നിസ്കാരം കഴിഞ്ഞ നമ്മൾ പടവാക്ക് അല്ലാഹുമ്മ ലാ മാനി അലിമാ അത്തൈത വലാ മുഅത്തി അലിമാ മനത്ത. പടച്ചോനെ, നീ തന്നത് തടുക്കാൻ ഒരാളുമില്ല, നീ തരാത്തത് വാങ്ങിത്തരാൻ ഒരാളുമില്ല എന്ന് നമ്മൾ പറയുന്ന വാക്കിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം അതാണ്. അപ്പൊ ആ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതോടുകൂടെ മനുഷ്യന് സന്തോഷമായി. വെറുതെ ഇങ്ങനെ ആലോചിച്ച് കുത്തിരിക്കണ്ട, നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം, ബാക്കി നമ്മൾ പടച്ചോനിൽ പരമേൽപ്പിച്ചിട്ട് ജീവിക്കാം.